ഉണ്ണി ബാലകൃഷ്ണൻ, ഈ അയോധ്യയിലെ പ്രതികളെ, അന്ന് ഈ ബാബറി മസ്ജിദ് തകർത്ത പ്രതികളെ വെറുതെ വിടുന്ന കോടതിയിലാണ് ആദ്യമായിട്ട് ഈ അബ് കാശി മഥുര ബാക്കി ഹേ എന്ന ഒരു വലിയ മുദ്രാവാക്യം ഉണ്ടാവുന്നത്. പിന്നീട് അതിങ്ങോട്ട് സാധൂകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇപ്പോൾ കാശി, ഇനി മധുരയിലെ ഈദ്ഗാഹ് ക്ഷേത്രമുണ്ട്. ഇനി അങ്ങോട്ട് ഈ കുഴിപ്പായിരിക്കുമോ ഉണ്ടാവുക എന്ന സംശയം പൊതുജനങ്ങൾക്ക് ഉണ്ടാവുമ്പോഴാണ് ഈ ചോദ്യം ഉണ്ടാവുന്നത്, അയോധ്യ വഴിയിലോ ഗ്യാൻ വ്യാപി. ഈ നോക്കൂ, ഇപ്പോൾ ഈ നടക്കാനിരിക്കുന്ന 2-3 മാസത്തിന് ശേഷം നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയുള്ള ഒരു അജണ്ട മാത്രമായി നമ്മളിതിനെ കാണണ്ട. RSSൻ്റെ പ്രഖ്യാപിത നയം എന്താണ്? RSS ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കണം എന്ന പ്രഖ്യാപിത നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. ആ RSS നേതൃത്വം കൊടുക്കുന്ന സംഘപരിവാറിൻ്റെ പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റാണ് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി. ആ രാഷ്ട്രീയ പാർട്ടിയെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കുക എന്നുള്ളതാണ്. അക്കാര്യത്തിൽ ആർക്കും ഒരു സംശയമുണ്ടെന്ന് തോന്നുന്നില്ല. ഇനി നോക്കൂ, ഇവിടെ ഇപ്പോൾ നേരത്തെ നിങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചു, ഇതെവിടെ മുതൽ ആരംഭിക്കുന്നു? ശരിയായി പറഞ്ഞാൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ചെങ്കോല് സ്ഥാപിക്കുന്നിടത്ത് ഇത് ആരംഭിക്കുകയാണ്. എങ്ങനെയാണ് ഈ ചെങ്കോല് സ്ഥാപിച്ചത്? ഒരു കൂട്ടം ഹിന്ദു സന്യാസിമാർ പാർലമെൻറ്റിൻ്റെ അകത്തേക്ക് വരുന്നു. എന്നിട്ട് അവിടെ നിന്നിട്ട് ഈ പറയുന്ന ശ്ലോകങ്ങളൊക്കെ ചാൻറ്റ് ചെയ്യുന്നു. അവിടെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ചെങ്കോൽ സ്ഥാപിക്കുന്നു. ഇത് എന്തിൻ്റെ ചിഹ്നമാണ്? ഇന്ത്യയുടെ പാർലമെൻ്റ് എന്ന് പറയുന്നത് ഒരു മതേതര പാർലമെൻറ്റാണ്. ആ പാർലമെൻറ്റിലേക്കാണ് ഒരു മതത്തിൻ്റെ സന്യാസിമാർ കടന്നു വന്ന് മതസൂക്തങ്ങൾ ആലപിച്ചുകൊണ്ട് ഒരു മതത്തിൻ്റെ ചിഹ്നമായ ചെങ്കോൽ സ്ഥാപിക്കുന്നതോടെ തന്നെ ഇന്ത്യയുടെ ഒരു ഔദ്യോഗിക മതം രൂപപ്പെടുകയാണ്. ഇന്ത്യക്കൊരു ഒഫീഷ്യൽ റിലിജിയൻ ഉണ്ടായിരിക്കുന്നു ഇപ്പോൾ. അത് ഹിന്ദു മതമാണ്. 2020 ആരാണ് അയോധ്യയിൽ ശിലാസ്ഥാപനം നിർവഹിച്ചത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് ഒരു ക്ഷേത്രത്തിൻ്റെ ശിലാസ്ഥാപനം നിർവഹിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ആ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയിൽ യജമാനനായി നിൽക്കുന്നത്. ഇന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ത്യൻ പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യുമ്പോൾ ഇന്ത്യയെ തന്നെയാണല്ലോ അഭിസംബോധന ചെയ്തത്. എന്നിട്ട് രാമക്ഷേത്രം വലിയ നേട്ടമായി ഉയർത്തിപ്പിടിക്കുന്നു. ആ അർത്ഥത്തിൽ ഇന്ത്യയെ ഒരു മതരാഷ്ട്രമായി രൂപപ്പെടുത്തുക, ഹിന്ദു രാഷ്ട്രമായി രൂപപ്പെടുത്തുക എന്നുള്ള RSSൻ്റെ ഒരു ലോങ് ടേം പ്രോജക്റ്റിൻ്റെ വളരെ വേഗത്തിലുള്ള നടപ്പാക്കലുകൾക്കാണ് ഇപ്പോൾ നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നികേഷ് ചോദിക്കുകയുണ്ടായി, നമ്മൾ ഏത് തരം കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെന്ന്. അതാണ് ഏറ്റവും സുപ്രധാനമായ ചോദ്യം. നമ്മുടെ മതേതരത്വം വെല്ലുവിളിക്കപ്പെടുന്നു. നമ്മളുടെ ഒരു ഏകമത രാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റിത്തീർക്കുക എന്ന് പറയുന്ന ഒരു വലിയ പദ്ധതിയുടെ ആദ്യഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അതുകൊണ്ട് ഗ്യാൻവാബി എന്ന് പറയുന്നത് ഒരു ഇലക്ഷൻ പ്രോജക്റ്റ് മാത്രമല്ല, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. പല പദ്ധതികൾ ഇനിയിപ്പോൾ ഒന്നൊന്നായിട്ട് വന്നുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഗ്യാൻവാബിയുമായി ബന്ധപ്പെട്ട ASIയുടെ റിപ്പോർട്ടാണ്. നോക്കൂ, നിങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മളിപ്പോൾ നോക്കിയാൽ 8-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ട് വരെയുള്ള 1000 വർഷങ്ങൾ ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഭരിച്ചിരുന്നത് മുസ്ലിം രാജാക്കന്മാരാണ്. 8-ാം നൂറ്റാണ്ടിൽ അത് ആരംഭിക്കുന്നു. ഏതാണ്ട് 12-ാം നൂറ്റാണ്ടാകുമ്പോഴത്തേക്കും വലിയ സുൽത്താനേറ്റുകൾ ഉണ്ടാകുന്നു. ഡൽഹി സുൽത്താനേറ്റ് ഉണ്ടാകുന്നു. അതിനുശേഷം മുഗൾ എംപയർ ഉണ്ടാകുന്നു. ഈ കാലഘട്ടങ്ങളിൽ ഈ 1000 വർഷം പല ക്ഷേത്രങ്ങളും പൊളിച്ചിട്ടുണ്ട്. പക്ഷേ ഈ 1000 വർഷം എന്ന് പറയുന്ന മനുഷ്യചരിത്രത്തിൽ ചെറിയ പീരീഡാണോ? അന്ന് ഇവിടെ മുഴുവൻ അധികാരത്തോടും കൂടി ഇരുന്നിരുന്ന ഈ പറയുന്ന മുസ്ലിം രാജാക്കന്മാർക്ക് വേണമെങ്കിൽ ഇന്ത്യയിലെ എല്ലാ ക്ഷേത്രങ്ങളും ഇല്ലായ്മ ചെയ്യാമായിരുന്നു. 1000 വർഷം എന്ന് പറയുന്ന ഒരു ചെറിയ ടൈമല്ല. ഇപ്പം നോർത്ത് ഇന്ത്യ മാത്രമല്ല, ഇപ്പം സൗത്ത് ഇന്ത്യയിലേക്ക് വന്നാൽ കർണാടകത്തിൽ ടിപ്പു സുൽത്താൻ ഉണ്ടായിരുന്നില്ലേ? ഹൈദരാബാദിൽ നിസാം ഉണ്ടായിരുന്നില്ലേ? ജുനഗഡ് സുൽത്താനേറ്റ് ഉണ്ടായിരുന്നില്ലേ രാജസ്ഥാനിൽ? ഇങ്ങനെ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും മുസ്ലിം അധിനിവേശം ഉണ്ടാവുകയും മുസ്ലിം രാജാക്കന്മാർ ഭരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ മുസ്ലിം രാജാക്കന്മാരുടെ അംഗീകാരത്തോടുകൂടി അനുമതിയോടുകൂടി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മളീ പറയുന്ന ഗ്യാൻവാബി, നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ പല കാലഘട്ടങ്ങളിൽ തകർക്കപ്പെടുകയും പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ക്ഷേത്രമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ പോയിട്ട് ഈ ഗ്യാൻവാബി കുഴിച്ചെടുത്താൽ അവിടെ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടാകുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നേരത്തെ നിങ്ങൾ പറഞ്ഞ കണക്ക് അക്ബറിൻ്റെ കാലഘട്ടത്തിൽ രാജാ മാൻസിംഗ് അവിടെ ക്ഷേത്രം പണിതിട്ടുണ്ട്. അതിനു മുമ്പ് ഈ പറയുന്ന ഇൽത്തുമിഷ് കാലഘട്ടത്തിൽ അത് പൊളിക്കപ്പെട്ടിട്ടുണ്ട്. അതിനു മുമ്പ് ഡൽഹി സുൽത്താനേറ്റിൻ്റെ കാലഘട്ടത്തിൽ അത് പൊളിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വീണ്ടും തിരിച്ച് ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഔറംഗസീബാണ് അവസാനം അത് തകർക്കുന്നത്. അപ്പോഴും ഔറംഗസീബി ക്ഷേത്രം തകർക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ ഒരു ലോക്കൽ ഫ്യൂഡ് ഉണ്ടാകുന്നു. അതായത് ഔറംഗസീബിൻ്റെ ഭരണത്തിനെതിരായിട്ട് പ്രാദേശികമായി ബ്രാഹ്മിൻസും സെമീന്ദാർമാരും കൂടി യോജിച്ചിട്ട് അവരുടെ ഒരു പോരാട്ടത്തിൻ്റെ ഹബ്ബായിട്ട് ആ ക്ഷേത്രം മാറുമ്പോഴാണ് അത് തകർക്കപ്പെടുന്നത്. ഇങ്ങനെയാണ് ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം ഈ പറയുന്ന 1000 വർഷം കൊണ്ട് പലതവണ തകർക്കപ്പെടുകയും പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഒറിജിനൽ എന്തായിരുന്നു, ഒറിജിനൽ ഫോം എന്നതിനെ സംബന്ധിച്ച് പല തർക്കങ്ങളുണ്ടാകും. നിങ്ങൾ ഏത് കാലഘട്ടത്തിൽ അത് ഫിക്സ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. 200 വർഷം മുമ്പ് അത് രാമക്ഷേത്രം ഒരു ക്ഷേത്രമായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ അതിനും 200 വർഷം പിന്നിൽ അതൊരു മോസ്ക് ആയിരുന്നു, അതിനും 200 വർഷം പിന്നിൽ അതൊരു ക്ഷേത്രമായിരുന്നു. ഇങ്ങനെ പോകുകയാണ് പുറകോട്ട്. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഈ പറയുന്ന ASI റിപ്പോർട്ട് എന്ന് പറയുന്നത്
യഥാർത്ഥത്തിൽ പല കാലഘട്ടങ്ങളിലായി തകർത്തും നിർമ്മിച്ചും പോയ ഒരു കെട്ടിടത്തിൻ്റെ അവശിഷ്ടത്തെ ചൂണ്ടിക്കാട്ടി ഇത് ഹിന്ദു ക്ഷേത്രമായിരുന്നു എന്ന് പറയുന്നതിൻ്റെ ചരിത്രപരമായൊരു അയുക്തികതയുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ASI റിപ്പോർട്ടല്ല അടിസ്ഥാനപരമായിട്ടൊരു പ്രശ്നമായി എടുക്കേണ്ടത്. മറിച്ച് നമ്മൾ ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്നു എന്ന ചോദ്യത്തിലേക്ക് വീണ്ടും വന്നാൽ നമ്മൾ ആധുനിക ജനാധിപത്യ കാലത്താണ് ജീവിക്കുന്നതെന്നേ. ഈ ആധുനിക ജനാധിപത്യ കാലത്ത് ജീവിക്കുമ്പോൾ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ നമ്മൾ 2 രാജ്യമായി വിഭജിക്കപ്പെട്ടിരുന്നു. അന്ന് ഇന്ത്യ എടുത്ത തീരുമാനം എന്താ? ഇന്ത്യ എടുത്ത തീരുമാനം പാകിസ്ഥാനിലേക്ക് പോകേണ്ടവർക്ക് പോകാം. അതേസമയം എല്ലാ മുസ്ലിങ്ങളും ഇന്ത്യ വിടണമെന്നല്ല തീരുമാനിച്ചത്. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ മുസ്ലിം മൈനോറിറ്റിയുള്ള രാജ്യമാണ് ഇന്ത്യ. 18 കോടി മുസ്ലിങ്ങൾ താമസിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ സംഭവിച്ചത്? ഇന്ത്യ അംഗീകരിച്ചിരിക്കുന്ന മതേതരവും ബഹുസ്വരവും ജനാധിപത്യപരവുമായ ഒരു രാജ്യത്തെയാണ്. ആ രാജ്യത്തെയാണ് ഇപ്പോൾ മാറ്റിമറിച്ചുകൊണ്ട് ഒരു പ്രധാന മതവിഭാഗത്തിൻ്റെ ആധിപത്യത്തിൽ കൊണ്ടുവരാൻ വരുന്നത്. അത് RSSൻ്റെ പ്രോജക്റ്റാണ്. ഹിന്ദുരാഷ്ട്ര നിർമ്മാണമാണ് അതിൻ്റെ ലക്ഷ്യം. ഇനിയിപ്പം ഞാൻ പറയുന്നത്, ഈ പറയുന്ന 2024 തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഗ്യാൻവാബി ഒന്നും ഉയർത്തി കാണിക്കേണ്ട. രാമക്ഷേത്രം കൊണ്ട് തന്നെ അതൊക്കെ ഭംഗിയായി നിർവഹിക്കപ്പെട്ടിരിക്കുന്നു. ഇനി അങ്ങോട്ടേക്ക് മുഴുവൻ കാര്യങ്ങളും ചെയ്യാൻ പോകുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു തുടർച്ചയിൽ മാത്രമായിട്ടാണ് ഞാൻ ഈ പറയുന്ന ഗ്യാൻവാബിയെ കാണുന്നത്. അയോധ്യയുടെ വഴി തന്നെയാണ് ഗ്യാൻവാബി പോകുന്നത്. പക്ഷേ അയോധ്യയുടെ ലക്ഷ്യമല്ല ഗ്യാൻവാബിയുടെ ലക്ഷ്യം. അയോധ്യയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് BJP പോലൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പൊളിറ്റിക്കൽ അജണ്ടയായിരുന്നു. ആ അജണ്ടയുടെ മുൻനിർത്തിയാണ് ആ രാഷ്ട്രീയ പ്രസ്ഥാനം വളർന്നത്, ആ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യ ഭരിക്കുന്നത്. ഇനി അങ്ങോട്ടേക്ക് എന്ന് പറയുന്നത് ഹിന്ദു രാഷ്ട്ര നിർമ്മാണമാണ്. അതിൻ്റെ ഭാഗമായി ഇനിയും ഒരുപാട് മൂസ്കുകൾ പൊളിക്കപ്പെടും. പുതിയ അവകാശവാദങ്ങൾ രൂപപ്പെട്ടു വരികയും ചെയ്യും. Meet the editors.